ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പത്മ നിന്നെ ചതിച്ചുന്ന് ആരോ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. നീ വിശ്വസിക്കാൻ തക്ക തെളിവുകള് അവരുണ്ടാക്കി തന്നു. അല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിവ് അതിനുണ്ടോ? പത്മേ, പത്മ ഹാപ്പി ആയിട്ടിരിക്കൂ. ഒരു ടെൻഷനും വേണ്ട. അവളുടെ അഭ്യാസം ഒന്നും നടന്നില്ല. വ്യക്തമായിട്ട് പറ ജഗന്നാഥേട്ടാ. ഇരിക്കപ്പിണ്ടം വയ്ക്കലൊന്നും നടന്നില്ല. അവളെ ഋതുമോളും സരസ്വതി മാടും ഒക്കെ വന്ന് പൂട്ടിക്കെട്ടി. ആണോ? അതേന്ന്. ഇവൾ നിന്റെ മകളാണോ അല്ലയോ എന്നുള്ളത് നിന്റെ സംശയം. എന്നാ എന്റെ ഈ കുട്ടി എന്റെ മകളുടെ വയറ്റിൽ പറഞ്ഞ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ദൈവമേ, അവളെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള എന്റെ ദൗത്യം ബാക്കിയാണ്. അവളുടെ ആയുസ് അല്പം കൂടി നീണ്ടു. വരട്ടെ. അവൾക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും ജഗന്നാഥേട്ടാ. വെറുതെ ഈ വയസ്സുകാലത്ത് ജഗന്നാഥേട്ടൻ പോയി ജയിലിൽ കിടക്കണ്ട. അവളെ ദൈവത്തിനൊന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ആത്മാവിനൊരു ശാന്തി വേണ്ടേ? പത്മ, ഇതെനിക്ക് വിട്ടേക്ക്. ഇവൾ ഈ അംബിക നിന്റെ ശേഖരന്റെ മൂത്തതാണെന്ന് കരുതി ഇവള് കാണിക്കുന്ന എന്ത് മര്യാദ കേടും നിങ്ങളങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയാണോ? ഈ അക്ഷര കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ നീ? പണ്ടെങ്ങാണ്ട് ഇരുട്ട് മൂടിയ കാലഘട്ടത്തിൽ ഏതോ വിവരമില്ലാത്ത മനുഷ്യർ നടപ്പിലാക്കി പോന്ന അനാചാരങ്ങളാണ് ഭ്രഷ്ട് കൽപ്പിക്കലും ഇരിക്കപ്പിണ്ടോ സതി അനുഷ്ഠിക്കലൊക്കെ. ഇതിപ്പോ ആദർശധീരനും പുരോഗമനവാദിയുമായ നിന്റെ വീട്ടിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. വ്യക്തിവൈരാഗ്യം തീർക്കാനാണെങ്കിലും ആരുടെ നേരെയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? വ്യക്തിവൈരാഗ്യം തീർക്കാനൊന്നും ചെയ്തതല്ല. പ്രതാപന്റെ കഷ്ടകാലം മാറാൻ. മിണ്ടരുത് നീ. ഇവിടെ ആങ്ങളമാര് നിൽപ്പുണ്ടെന്ന അഹങ്കാരത്തിലെ എന്റെ മുന്നിൽ കിടന്ന ആളാവരുത് നീ. കൊരണടിച്ച് ഞാൻ പൊട്ടിക്കും. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ചേച്ചി ചെയ്തത് മര്യാദകേടാ. സമൂഹത്തിന് മുന്നില് എന്നെ അപമാനിക്കാനുള്ള ഏർപ്പാടുകളാ ഇതൊക്കെ. ഞാൻ മീഡിയക്കാരെ വിളിച്ചു വരുത്താൻ പോയതാ. വല്യച്ഛന് അത് കുഴപ്പാവൂന്ന് കരുതി അമ്മ എന്നെ തടഞ്ഞ. മീഡിയക്കാരെങ്ങനെ ഇത് മണത്തറിഞ്ഞ കേരള ജനതയുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടനെ. മന്ത്രിസ്ഥാനം രാജിവെച്ച് ഞാൻ വല്ല അന്യരാജ്യങ്ങളിൽ പോയി ജീവിക്കേണ്ടി വന്നേ.
ഇത്തരം ക്രിമിനൽ മൈൻഡൊക്കെ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായി? ചേച്ചി ചേച്ചി ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതാണോ? ഈ റാസ്കർ ഉപദേശിച്ചു തന്നതായിരിക്കും ഈ ബുദ്ധിയൊക്കെ. ഇവരുടെ കൂടെയൊക്കെ ഇവിടെ ജീവിക്കാൻ വലിയ പാടാ. എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകുന്ന നല്ലത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് സംസാരിക്കാനുള്ളത് പ്രതാപനോടാ. എന്താമേ? എന്റെ കൊച്ചുമകള് ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞപ്പോ അവളെ ഇറക്കി വിടുകയാണോ നീ ചെയ്യേണ്ടത്? എല്ലാവർക്കും കയറി വരാനും ഇറങ്ങിപ്പോവാനും എന്റെ ജീവിതം ഒരു വഴിയമ്പലൊന്നുമല്ല. ഞാനൊരു മനുഷ്യനാ. എനിക്കൊരു ഹൃദയമുണ്ട്. ചതിയും വഞ്ചനയൊന്നും സഹിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ആര് ചതിച്ചെന്നാ നീ പറയുന്നേ? പത്മ നിന്നെ ചതിച്ചുന്ന് ആരോ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. നീ വിശ്വസിക്കാൻ തക്ക തെളിവുകള് അവരുണ്ടാക്കി തന്നു. അല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിവ് അതിനുണ്ടോ? ഒരു രാജകുമാരിയായ എന്റെ മോള് അക്കാലത്ത് ഒന്നുമില്ലാതിരുന്ന നിന്റെ കൂടെ ഇറങ്ങി വന്നവളാ. അതും സ്വന്തം മാതാപിതാക്കളെ മറന്ന് നിന്നോടുള്ള സ്നേഹം കൊണ്ട്. ആ അവള് നിന്നെ ചതിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പണ്ട് ഒതല്ലോ എന്ന ഷേക്സ്പിയർ നാടകത്തില് നായികയായ ഡെസ്റ്റിമോണയുടെ അച്ഛൻ പ്രഭാൻഷോ ഒതല്ലോട് പറയുന്നൊരു വാക്കുണ്ട്. ഇവൾ ഉറക്കത്തിൽ അച്ഛനായി എന്നെ വഞ്ചിച്ചവളാണ്, നിന്നെയും വഞ്ചിക്കുമെന്ന്. ഈ ചോദ്യം ഞാൻ അമ്മയോട് ചോദിച്ചാലോ? നീ ചോദിച്ചു കഴിഞ്ഞല്ലോ. വെനീസിലെ ബെനട്രായ പ്രഭാൻഷിയോ മരുമകനോട് പറഞ്ഞ ആ വാക്കാണ് അതിലെ മഹാദുരന്തമായിട്ട് മാറിയത്. സൂര്യമംഗലത്തെ മഹാദേവ വർമ്മ പ്രഭാൻഷു അല്ല. ഞാനോ അദ്ദേഹമോ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ നിന്റെ സംശയ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഇവള് നിന്റെ മകളാണെന്ന് തെളിയിക്കാൻ നീ DNA ടെസ്റ്റ് ചെയ്യേ. എന്റെ മകൾ നിന്നെ ചതിച്ചോ ചതിച്ചിട്ടില്ലയോ എന്നുള്ളത് അപ്പൊ നിനക്ക് ബോധ്യപ്പെടും. ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽവി സമ്മതിച്ച് സൂയിസൈഡ് ചെയ്യാം. അകലെ